ഹായ് നിഷ, നമസ്കാരം. നമ്മളിപ്പോൾ ഈ കോമാളിത്തരങ്ങളെ കാണിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്കൊരു സിനിമയിലെങ്കിലും അഭിനയിക്കണം എന്നൊരാഗ്രഹമാണ് അല്ലേ? അപ്പോൾ നമ്മളൊരു പടത്തിൽ ചെയ്തല്ലോ, റിയാസ് മുഹമ്മദ്. അതൊരു ആധുനിക കമലഹാസനല്ലേ? അല്ല, കമലഹാസൻ ഭയങ്കര പാവം ഇല്ല അല്ലേ? അപ്പം എൻ്റെ ബ്ലോക്കാണോ? ആണോ? ഓക്കെ ഓക്കെ. എന്ത് അയ്യോ, അപ്പം അങ്ങനെ പെരേരയുടെ കൂടെ പോയോണ്ടാണോ? അതെന്തില്ലാട്ടെ. അപ്പം ഞങ്ങൾ കോമാളിത്തരങ്ങളും കുറച്ച് ഡാൻസൊക്കെ കളിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, സിനിമയിലേക്ക് എത്തണം. അതിന് വേണ്ടിയാണ് കഷ്ടപ്പെട്ട്. അപ്പോൾ കുറച്ച് ഡയറക്ടേഴ്സ് എത്തി, ചോലബിസ്കിയിലെത്തി. നമ്മുടെ റിയാസ് മുഹമ്മദിൻ്റെ അമീറയ്ക്ക് ശേഷമുള്ളൊരു പടം. അതിൽ ഞാനുണ്ട്, പെരേരയുണ്ട്, കിംബോയി ഉണ്ട്, നമ്മുടെ നിഷയുണ്ട് അല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് ഇനിയും അവസരങ്ങൾ വരണം എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കൂടൽ എന്ന് പറഞ്ഞ സിനിമയിൽ കുഞ്ഞു വേഷം ഞാനും പെരേരയും ചെയ്തിട്ടുണ്ട്, ബിബിൻ ജോർജിൻ്റെ പടം. അതിൻ്റെ ഡയറക്ടേഴ്സൊക്കെ നിഷയായിട്ടും പരിചയമുണ്ട്. അപ്പം എന്തായാലും ഇതിന് ശേഷമുള്ള വർക്കുകളിൽ ഞങ്ങൾക്ക് നല്ല ക്യാരക്ടേഴ്സായിട്ട് തരുമെന്ന് പറയുന്നുണ്ട്. അപ്പം എന്ത് സന്തോഷം. അപ്പോൾ കൂടുതൽ സിനിമയ്ക്ക് ഇവിടെ നോക്ക്, കൂടുതൽ സിനിമയ്ക്ക് ആശംസകൾ നേരുന്നു. ബിബിൻ ജോർജിൻ്റെ നല്ലൊരു പാട്ടൊക്കെ ഭയങ്കര ഹിറ്റായിട്ടോ. അപ്പോൾ എന്തായാലും ഇറങ്ങട്ടെ. അതെ തന്നെ അതെ തന്നെ. അപ്പോൾ ബിബിൻ്റെ രണ്ടാമത്തെ പാട്ട് സൂപ്പറായിട്ടോ. അപ്പോൾ ആദ്യത്തെ പാട്ട് നല്ലതായിരുന്നു, അതിന് ശേഷം ഇറങ്ങിയത് മൂന്നാമത്തെ പാട്ടും സൂപ്പർ ഹിറ്റ്. എന്തായാലും നല്ലൊരു ഗായകനാണ് ബിബിൻ ജോർജ്, അതിൽ നല്ലൊരു നടനുമാണ്, അത് കഥ എഴുതുന്ന ആളുമാണ്. അപ്പോൾ കൂടുതൽ സിനിമയ്ക്ക് എല്ലാവിധ ആശംസകൾ. അതുപോലെ ചോലബിസ്കി റിയാസ് മുഹമ്മദിൻ്റെ പടം വരുമ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.